ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയും കൂടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ലവ് ലൈഫ് എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു റീഡിങ്ങാണ് ചെയ്യുന്നത്. എനിക്കിതിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊക്കെ മാറുമെന്ന് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എങ്ങനായിരിക്കും പുതിയ മാറ്റങ്ങൾ എന്നതിനെയൊക്കെ പറ്റിയിട്ട് സംശയിക്കുന്നുണ്ട്. നിങ്ങളൊരുപാട് കൺഫ്യൂസ്ഡാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങൾക്കറിയാമല്ലോ ഈ ബന്ധത്തിൻ്റെ ഇമ്പോർട്ടൻസ്, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഫീലിങ്സ് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കുമാണ് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റുവേഷൻ നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് പല സാഹചര്യങ്ങളും അതേപോലെ വരും. അപ്പം ആ ഒരു സാഹചര്യത്തിലെല്ലാം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആ ഒരു ഇഷ്ടത്തിനെയോ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിനെയോ ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ട് തന്നിട്ടുള്ള ഒരു സ്നേഹമാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും അടുത്തല്ലെങ്കിൽ പോലും ലോങ് ഡിസ്റ്റൻസ്, നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലൊക്കെ ഉള്ളവരുണ്ട് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടേണ്ടവരും സംസാരിക്കേണ്ടവരും തന്നെയാണ്. അയാൾ ദൂരെയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അടുത്തടുത്തല്ലെങ്കിൽ പോലും എത്രയൊക്കെ ദൂരെയാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുമെന്ന് തന്നെയാണ്. കാരണം അവർ നിങ്ങളുടെ തന്നെയാണ് എന്നുള്ളതിന് അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പല സിറ്റുവേഷൻ വന്നപ്പോൾ പോലും നിങ്ങൾ ഇത് വേണ്ട എന്നൊക്കെ വെച്ചിട്ട് ഇത് ശരിയാവത്തില്ല എന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് സംശയിച്ചിട്ടുണ്ട്, ഒരുപാട് ഡൗട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഏതെല്ലാം സാഹചര്യങ്ങൾ വന്നപ്പോൾ പോലും നിങ്ങൾ വീണ്ടും ഈ ഒരു ബന്ധത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും വരുന്നത്. കാരണം നിങ്ങൾ തന്നെയാണ് ഒന്നാവേണ്ട ആൾക്കാർ എന്നുള്ളതിൻ്റെ തന്നെ സൂചനയാണ്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് രണ്ടു പേർക്കും ബോധ്യമാവണം നിങ്ങൾക്ക് ഈ ബന്ധം എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത്. നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന സാഹചര്യങ്ങളാണ്. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് വരുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ തമ്മിലാണ് ഒന്നാവേണ്ട ആൾക്കാർ. രണ്ടു പേർക്കും എന്തൊക്കെയോ ഫിനാൻഷ്യൽ കരിയർ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്നാവുന്ന സമയത്തോടെ അതൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നതായിട്ടും കരിയറിലും നിങ്ങൾക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് രണ്ടു പേർക്കും ഉണ്ടാവുമെന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു തുടക്കം ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇനി വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളെ വേണം. നിങ്ങളില്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെയൊക്കെ ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളും. ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും.